ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഒരു അടിപൊളിയുള്ളൊരു ഹെയർ ഗ്രോത്തിങ് ഓയിൽ പരിചയപ്പെടുത്തരാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഓയിലാണ് ഡെയിലി യൂസ് ചെയ്യാറുള്ളത്. കാരണം എനിക്ക് നല്ലൊരു ഗുഡ് റിസൾട്ട് തന്നെ ഈ ഓയിൽ യൂസ് ചെയ്തപ്പോൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ എടുത്തത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ വീഡിയോ ഫുൾ വാച്ച് ചെയ്യുക കേട്ടോ. ഞാൻ എങ്ങനെയാണ് ഈ വീഡിയോയിൽ ആ ഓയിൽ എങ്ങനെയാണ് ഞാൻ വീട്ടിലുണ്ടാക്കിയതെന്നും അതുപോലെ തന്നെ ഞാൻ എങ്ങനെയാണ് ഹെയറിൽ അപ്ലൈ ചെയ്യുന്നതെന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. അതിനുവേണ്ടി നമുക്ക് ആദ്യമായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻ്റ് ആണ് കാസ്റ്റർ ഓയിൽ. ഇത് നമ്മൾ പറയുന്നതാണ് ആവണക്കെണ്ണ എന്ന് പറയും മലയാളത്തിൽ കേട്ടോ. അപ്പോൾ അത് വേണം. അതുപോലെ തന്നെ നമ്മുടെ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളില്ലേ, അതൊക്കെ എല്ലാ മെഡിക്കൽ സ്റ്റോറിൽ അവൈലബിൾ ആണ് കേട്ടോ. അത് വേണം. പിന്നെ നോർമൽ കോക്കനട്ട് ഓയിലില്ലേ, അതും വേണം. ഈ ആവണക്കെണ്ണ നിങ്ങൾക്ക് മിക്ക ഷോപ്പിലും വാങ്ങാൻ കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അവിടെ പോയി അന്വേഷിച്ചാൽ മതി, എന്തായാലും കിട്ടും നിങ്ങൾക്ക്. അപ്പോൾ നമുക്കൊരു ബൗൾ എടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ ആവണക്കെണ്ണയില്ലേ ഫുള്ള് നമ്മൾ അതിൽ ഒഴിക്കാം കേട്ടോ. എന്നിട്ട് അതേ സെയിം അളവിൽ തന്നെ കോക്കനട്ട് ഓയിൽ എടുക്കാം കേട്ടോ. സെയിം റേഷ്യോയിൽ തന്നെ കോക്കനട്ട് ഓയിൽ എടുത്തിട്ട് ബൗളിൽ ഒഴിച്ച ശേഷം നല്ലപോലെ മിക്സ് ചെയ്യുക. എന്നിട്ടൊരു വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളും കൂടെ അതിലൂടെ ആഡ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് ഒന്നോ രണ്ടോ യൂസ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഡബിൾ ബോയിലിംഗ് മെത്തേഡാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. എന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ വലിയൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെക്കുക. ഇതിൻ്റെ വെള്ളം ചൂടായ ശേഷം നമ്മളെടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ചെറിയൊരു ആ ബൗളില്ലേ, ആ ബൗൾ നേരെ അതിൽ വെച്ച് കൊടുത്ത ശേഷം ജസ്റ്റ് ചൂടായി എടുക്കുക. അത്രയേ ഉള്ളൂ, സിമ്പിളാണ്. എന്നിട്ട് നമ്മൾ കുറച്ച് ഉലുവയില്ലേ, നമ്മൾ ഏത് ബോട്ടിലാണോ ഈ എണ്ണ ഒഴിച്ച് വയ്ക്കാൻ പോകുന്നത് ആ ബോട്ടിലിൽ കുറച്ച് ഉലുവയില്ലേ, ഉലുവ നമ്മൾ ജസ്റ്റ് ഒന്ന് തൂരി കൊടുക്കുക കേട്ടോ. കുറച്ചെടുത്താൽ മതി, നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. കുറച്ചെടുത്താൽ മതി. എന്നിട്ട് നമ്മളുടെ എണ്ണ അതിലൊഴിച്ച് വെക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരു കുപ്പിയാണ് കാസ്റ്റർ ഓയിൽ വാങ്ങിച്ചതെങ്കിൽ ഞാൻ കാസ്റ്റർ ഓയിൽ മേടിച്ച കുപ്പിയിലാണ് കേട്ടോ ഒഴിച്ച് വയ്ക്കാറ്. അപ്പം നിങ്ങൾക്ക് ആ കുപ്പിയാണ് നിങ്ങൾ എടുക്കണമെങ്കിൽ 2 കുപ്പിയിൽ നിങ്ങൾക്ക് തികയും കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ ഡബിൾ എടുത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ്. അപ്പം എനിക്ക് 2 കുപ്പിയിൽ തികഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ 2 കുപ്പിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് ഹെയറിൽ അപ്ലൈ ചെയ്യാമെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾ നോർമൽ നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പോൾ ഞാൻ ഇത് യൂസ് ചെയ്യണത് നൈറ്റാണ് കൂടുതൽ യൂസ് ചെയ്യാറ്, അല്ലെങ്കിൽ നമ്മൾ കുളിക്കുന്നതിന് മുമ്പില്ല. അപ്പോൾ ഞാൻ യൂസ് ചെയ്യാറ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങൾക്ക് അതുപോലെ യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് കുറച്ച് എണ്ണ കയ്യിൽ ഒഴിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഓരോ മുടി ഇങ്ങനെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓരോ മുടി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ആക്കി കൊടുത്ത ശേഷം ജസ്റ്റ് ഒന്നിങ്ങനെ കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ഫുള്ള് ഹെയറിൽ അപ്ലൈ ചെയ്ത ശേഷം ഞാൻ കുറച്ച് തുമ്പിനും കൂടി അപ്ലൈ ചെയ്യുന്നുണ്ട്. കാരണം എൻ്റെ തുമ്പിൽ കുറച്ച് സ്പ്ലിറ്റ്നെസ്സൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു തുമ്പിൽ കൂടെ കുറച്ച് അപ്ലൈ ചെയ്താണെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഹെയർ ഫുൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കിത് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ വെച്ച ശേഷം നിങ്ങൾക്ക് കുളിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ നൈറ്റാണ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിടക്കാം കേട്ടോ. എന്നിട്ട് രാവിലെ എണീച്ച് കുളിച്ചാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നല്ല സിമ്പിളായിട്ടുള്ളൊരു ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളാണെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് എന്തെങ്കിലും റിസൾട്ട് മനസ്സിലാവൂ. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഫുള്ളായിട്ട് വീഡിയോ വാച്ച് ചെയ്ത ശേഷം നിങ്ങൾ ട്രൈ ചെയ്താൽ കേട്ടോ. അപ്പം ബൈ ബൈ.